വീഡിയോ നിങ്ങൾ തട്ടിക്കളഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ഭയങ്കരമാണ്. പ്രത്യേകിച്ച് ഈ വീഡിയോ എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നവർ പ്രത്യേകിച്ചുള്ളവർക്ക് പ്രത്യേകം ഉള്ളതാണ്. അവരോട് ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യും. അതായത് ഈ രാവിലെ സുബഹിക്ക് ശേഷം ഒരു 6:30 7 മണി കഴിഞ്ഞ് 8 മണി മുതൽ 9 10 11 12 ആ സമയത്തൊരു നമസ്കാരമുണ്ട്. അതായത് ദുഹാ നമസ്കാരം എന്ന് പറയും. ആ നമസ്കാരത്തിന്റെ പ്രാധാന്യം ഉണ്ടല്ലോ, അത് ചില്ലറ ഒരു പ്രാധാന്യം അല്ല അത്. കാരണം ആ സമയത്ത് നമസ്കരിക്കുക എന്നുള്ളത് ഒരു അള്ളായിട്ട് അത്ര അടുത്ത ആളായിരിക്കണം. ഈ സുബൈയുടെയും താജുവിന്റെയും കാര്യം പറയുന്ന പോലെ എല്ലാവരും ജോലിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അള്ളാഹിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രാധാന്യമുള്ള സാധനമാണ്. ആ സമയത്ത് അള്ളാഹിലേക്ക് വന്ന് 2 റക്അത്ത് നമസ്കരിച്ച് ചോദിച്ചാൽ അള്ളാഹ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരും, ഉറപ്പായിട്ടും തരും നിങ്ങൾക്ക്. അതിന് പ്രതിഫലവും വളരെ മഹത്വമാണ്. ഒരു ദുഹാ നമസ്കരിച്ചിട്ട് വേണം നമ്മൾ ജോലിക്ക് പോകാൻ, എന്തിനാണ് പോകാനും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇനി മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ദുഹാ നമസ്കാരം പതിവാക്കണം. ആരെങ്കിലും ഉളു എടുത്ത് പള്ളിയിലേക്ക് 2 റക്അത്ത് ദുഹാ നമസ്കരിച്ചാൽ അവന്റെ പ്രതിഫലം ഒരു ഉംറ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുന്ന സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങളത് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കണം. മാത്രമല്ല, നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾ ഒരാളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അത് ചെറുതായിട്ട് കാണരുത്. നിങ്ങൾ കാരണം ഒരാളെങ്കിലും, നിങ്ങൾ അയച്ചു കൊടുത്ത ഒരാൾ ചിലപ്പം അല്ലായിരിക്കും നിസ്കരിക്കുന്നത്, നിങ്ങൾ അയച്ചു കൊടുത്തതിന്റെ പേരിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചാൽ, സ്ഥിരമായിട്ട് നമസ്കരിക്കുന്ന ശീലം ഉണ്ടാക്കിയാൽ എൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾ നമസ്കരിച്ചില്ല എങ്കിലും. അതുകൊണ്ട് നന്മ എത്തിച്ചു കൊടുക്കുന്ന കാര്യം ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. എന്തായാലും നിങ്ങൾ ഈ നന്മ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ മാക്സിമം ചെയ്യണം ഇൻഷാ അല്ലാഹ്.